ഹലോ ഫ്രണ്ട്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള തേർഡ് സം BBAയുടെ പേപ്പറിൽ ഫസ്റ്റ് മോഡ്യൂളായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ മോഡ്യൂളിലേക്ക് പോവാം. മീനിങ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഓക്കെ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിതിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. അഥവാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിനാണ് എന്ത് പറയാം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ these are rules that ensure uniformity in preparation, presentation and reporting of accounting information. ഓക്കെ, അഥവാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യാനും അതുപോലെ അത് പ്രസൻറ്റ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള റൂൾസിനാണ് എന്ത് പറയുക, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ മീൻസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടിംഗ്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷനാണ് എന്ത് പറയുക, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. ഓക്കെ, അക്കോർഡിംഗ് ടു കോഹ്ലർ ഡിഫറൻസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ a mode of conduct imposed on accounts by law, custom or professional body. നിയമം കാരണോ കസ്റ്റം കാരണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡിയെ ഇമ്പോസ് ചെയ്യുന്ന കോഡ് ഓഫ് കണ്ടക്റ്റിനാണ് എന്ന് പറയാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് ഉള്ളത്? ഫസ്റ്റ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സിന് എന്തുണ്ട്, അവരുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ടീസിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പനിയുടെ ഒരു ഇയറിലത്തെ എല്ലാ ഇൻഫർമേഷനും ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്, ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേരിയസ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് തമ്മിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട് എന്ത്, ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. തേർഡ് വൺ, ടു എൻഹാൻസ് ദി കണ്ടൻസ്, ടു എൻഹാൻസ് ദി ക്രെഡിബിലിറ്റി ആൻഡ് കമ്പറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അത് ക്രെഡിബിലിറ്റിയും അതുപോലെ കമ്പറബിലിറ്റിയും എന്ത് പോസിബിളാണ് ഇതുകൊണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട്. കമ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയർ മറ്റൊരു ഫിനാൻഷ്യൽ ഇയറോ അല്ലെങ്കിൽ സെയിം കമ്പനി വേറെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യുക. ഓക്കെ, ഫോർത്ത് വൺ, ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്സ്. ദി യൂണിഫോം റിസൾട്ട്സ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആസ് വെൽ ആസ് ഇൻറ്റേർണൽ യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അഥവാ ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് അത് കമ്പനിയുടെ എക്സ്റ്റേണൽ യൂസേഴ്സും അതുപോലെ തന്നെ ഇൻറ്റേർണൽ യൂസേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫോർ ടേക്കിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. Accounting standards aims to facilitate inter-firm comparison and intra-firm comparison. നേരത്തെ പറഞ്ഞിരുന്നത് ഒരു ഫേമിൻ്റെ 2 ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ 2 ഫേമുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യാനോ എന്ത് ഉപയോഗപ്പെടും, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗപ്പെടുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ്, ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും ഫണ്ട് ഫ്ലോ ആയാലും ക്യാഷ് ഫ്ലോ ആയാലും ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് മോർ റിലയബിൾ, കമ്പയറബിൾ, റെലവൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ടു യൂസേഴ്സിന് എന്തുണ്ട് അത് മനസ്സിലാക്കാനും
അത് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ യൂസറിന് റിലയബിലിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തുണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. First one, credibility and reliability of financial statements. Okay, the standards create sense of confidence amongst the users. Accounting information provide information by providing a definite structure of uniform guidelines to provide credibility and reliability to financial information. അഥവാ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ പോലെ തന്നെയാണ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, second one, uniformity. Uniformity means the information disclosed in financial statements cannot be interpreted any manner other than purpose it is intended to for. അഥവാ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു യൂണിഫോം മാതൃകയിൽ എന്ത് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് എന്താണ് യൂസേഴ്സിന് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. തേർഡ്, എലിമിനേഷൻ ഓഫ് ആംബിഗ്വിറ്റി. ദി ജനറൽ പ്രിൻസിപ്പിൾ ഇൻ സ്കോർ വാല്യുവേഷൻ ഹാസ് ബീൻ ഡെവലപ്ഡ് എ യൂണിഫോം ബേസിസ്. ദർ വുഡ് നോ ആംബിഗ്വിറ്റി ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. ഒരു യൂണിഫോം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു റിലയബിൾ ഫോം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന എല്ലാ ആംബിഗ്വിറ്റിയും അഥവാ പിന്നെ തടസ്സങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഫോർത്ത് വൺ, കമ്പാരിസൺ. സെയിം മെത്തഡോളജി ഈസ് ബീങ് ഫോളോഡ് ഇൻ ദി കേസ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ റിസൾട്ട്സ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഹാസ് ബിക്കം ഈസിയർ. നേരത്തെ പറഞ്ഞു ഇൻ്റർഫേമും ഇൻട്രാഫേമും എന്താണ് കമ്പാരിസൺ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതെന്ന് രണ്ട് ഫേമുകളിൽ തമ്മിലുള്ള കമ്പാരിസൺ പോസിബിളാണ്. ഫിഫ്ത്ത് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. ദി സ്റ്റാൻഡേർഡ്സ് യൂസ്ഫുൾ ടു മെഷറിംഗ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് ജനറൽ പ്രോഗ്രസ് ഓഫ് ദി എൻ്റർപ്രൈസസ്. അപ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും സോൾവൻസിയും ഒക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, ഡിറ്റർമൈൻ ചെയ്യാൻ എന്തുകൊണ്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉപയോഗപ്പെടുന്നു. സിക്സ്ത് വൺ, യൂസ്ഫുൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നമ്മുടെ ഇൻട്രസ്റ്റഡ് യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് എക്സെട്ര. ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ റിസർച്ചേഴ്സിനും നിന്ന് ഹെൽപ്ഫുള്ളാണ്. ലാസ്റ്റ് വൺ, റൈസ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. The accounting standard rise the standards of auditing itself in its task of reporting on the financial statement. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പയർ ചെയ്യോടുകൂടി നമ്മൾ ഓഡിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എന്തുണ്ട് കൂടുന്നുണ്ട്, ഓക്കെ, റൈസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, താങ്ക് യു.